എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നൊരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചു സ്പെഷ്യലായിട്ട് ഒരു ബോംബെ ബിരിയാണി തയ്യാറാക്കാമെന്ന്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ടുള്ള സവാളയൊക്കെയാണ് ഒന്ന് ക്ലീൻ ചെയ്ത് ഇനിയിപ്പോൾ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പം ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്തൊക്കെ പറയാറുണ്ട്, നമ്മൾ എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിട്ട് വേണം ചെയ്യാനുള്ളതെന്ന്. അങ്ങനെ ചെയ്യുന്നവരാണെങ്കിൽ വളരെ നല്ലതാണ്. പക്ഷേ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടത്തില്ലേ, ഇത് ഇത്ര നേരത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുമെന്ന്. അങ്ങനെ ഒരു കോൺഫിഡൻസ് ലെവൽ ഉണ്ടെന്ന് ഞാൻ തന്നെ സ്വയം വിശ്വസിക്കുന്നത് കൊണ്ടാണ് ഞാൻ പിന്നെ തലേന്ന് അങ്ങനെ ഒരു പ്ലാനിങ്ങും കാര്യങ്ങളൊന്നുമില്ല. സവാളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴുകി എടുത്തിട്ട് പിന്നെ നമ്മളുടെ സ്ലൈസറിലിട്ടിട്ട് ഇതൊക്കെ ഒന്ന് സ്ലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയോ, നമ്മളുടെ സൽമാൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് അവന് സ്പെഷ്യലായിട്ട് അവന് ഇഷ്ടമുള്ള ബോംബെ ബിരിയാണി തയ്യാറാക്കി കൊടുക്കാമെന്ന്. എത്ര ബിരിയാണിയൊക്കെ കൊടുത്താലും അവന് ഏറ്റവും ഇഷ്ടം ബോംബെ ബിരിയാണിയാണ്. എപ്പോഴും നമ്മൾ ആരാണോ ഈ പറഞ്ഞ മാതിരി ബർത്ത്ഡേക്കാരൻ അവരുടെ ആഗ്രഹങ്ങൾക്കൊത്ത് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. അപ്പോൾ ഉള്ളിയൊക്കെ സ്ലൈസ് ചെയ്ത് മാറ്റിയ ശേഷം ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും പിന്നെ കുറച്ച് ഏലക്കയൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ലാസ്റ്റ് മാത്രമേ ഞാൻ പിന്നെ ഇതിലേക്ക് പച്ചമുളക് ചേർക്കത്തുള്ളൂ. അപ്പോൾ കുറച്ച് അധികമായിട്ട് ഞാൻ എടുക്കുന്നതുകൊണ്ടാണ് ഇതിലിട്ട് ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നത്. ശരിക്കും എനിക്ക് ഈ ട്രഡീഷണൽ രീതിയിലൊക്കെ ഉള്ള കുക്കിങ്ങൊക്കെ ആണെങ്കിൽ ഇടികല്ലിലൊക്കെ വെച്ചിട്ട് ചതച്ചെടുക്കുന്നത് തന്നെയാണ് ഇഷ്ടം കേട്ടോ. പിന്നെ ഇങ്ങനെയും ചെയ്യാറുണ്ട്. പിന്നെ ചിലതിന് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് തയ്യാറാക്കി വെച്ചിട്ട് അതെടുക്കാറുണ്ട്. അപ്പോൾ നമ്മളിത് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം ചിക്കൻ കഴുകി വൃത്തിയാക്കിയത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ സൽമാനാണെങ്കിൽ ഓഫീസിൽ പോകാനുള്ള ടൈം ആവുന്നതിന് മുൻപ് ഞാൻ ഇതൊക്കെ ഒന്ന് റെഡിയാക്കുകയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഈ ചിക്കനിലേക്ക് നമ്മൾ ഈ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഞാൻ 2.5 ടേബിൾ സ്പൂണും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഗരം മസാല പൊടി, കാശ്മീരി ചില്ലി പൗഡർ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ മല്ലിപ്പൊടി 1 ടീസ്പൂൺ. പിന്നെ നമ്മളുടെ ബോംബെ ബിരിയാണി മസാല പൗഡറാണ് ഞാൻ ഇതിലേക്ക് ഒരു ഫുൾ പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് സലുവിന് ഇഷ്ടമുള്ളതുകൊണ്ട് ഇതുപോലെ വാങ്ങിച്ച് വയ്ക്കാറുണ്ട് കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും പാകത്തിനുള്ള ഉപ്പും പിന്നെ നമുക്കിതിൽ തൈര് വേണേ. 1/4 കപ്പോളം തൈരും കൂടി ചേർത്ത് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി വെച്ചിട്ട് നമുക്ക് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് മസാലയൊക്കെ എല്ലായിടത്തും പിടിക്കത്തക്ക രീതിയിലൊന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഇപ്പം ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ തലേ ദിവസമാണ് മിക്സ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ പിറ്റേന്ന് നിങ്ങൾക്ക് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും കേട്ടോ. ഇത് രാവിലെയാണ് നിസാറിക്ക ചിക്കൻ തന്നെ വാങ്ങിക്കൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് അതുകൊണ്ട് ഒരുപാട് നേരമൊന്നും ഞാനിത് വെക്കുന്നില്ല. പാനിലേക്ക് നമുക്കത് ഇതുപോലെ ഒന്ന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ ഓയിൽ വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് കേട്ടോ. കുറച്ച് സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആക്കി അങ്ങ് എടുക്കണേ. ഗാർണിഷ് ചെയ്യാനുള്ള സവാളയാണ് ഇപ്പം നമ്മൾ ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണത്. അപ്പോൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്, ഉപയോഗിക്കണ ഓയിലൊക്കെ പിന്നെ എന്ത് ചെയ്യും എന്നൊക്കെ ഉള്ളത്. അപ്പോൾ കുറച്ച് അധികമൊക്കെ ഓയിലുള്ളപ്പോഴാണെങ്കിൽ ഞാനത് നമ്മളുടെ ഈ ഇരുമ്പ് ചട്ടിയൊക്കെ സീസണിങ് ചെയ്യാനും അങ്ങനെയൊക്കെ ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ഇത് ഫ്രൈ ആയത് ഒന്ന് കോരി മാറ്റി വെച്ച ശേഷം ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും ഇതിലേക്ക് നമുക്ക് ഇട്ടിട്ട് ഒന്ന് വറുത്തിട്ട് ഒന്ന് മാറ്റി കൊടുക്കാം. എന്നിട്ട് പിന്നെ നമുക്കപ്പം പിന്നെ ഈ ഓയിലിൽ തന്നെ നമുക്ക് സവാള വറുക്കുകയും ചെയ്യാമല്ലോ. അപ്പോൾ ഇതിൽ നമ്മളിങ്ങനെ ഇപ്പോൾ ഓയിൽ എടുത്തുകൊണ്ട് പിന്നെ അഡീഷണൽ ആയിട്ട് നമ്മളിപ്പം വറുത്ത് അത്രയും ടൈം കളയേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഞാൻ അണ്ടിപ്പരിപ്പ് വറുത്തെടുത്ത ശേഷം കിസ്മിസും കൂടി ഒന്ന് വറുത്തൊന്ന് മാറ്റി കൊടുക്കുകയാണേ. ഇവിടെ മക്കളുടെ കാര്യം എടുത്തു കഴിഞ്ഞാൽ അവർക്കൊക്കെ ചിക്കൻ തന്നെയാണ് ഇഷ്ടം കേട്ടോ. പക്ഷെ നിസാറിക്കക്ക് ചിക്കൻ വലിയ പ്രിയമൊന്നുമില്ല. നിസാറിക്കക്ക് മട്ടനാണ് ഇഷ്ടം കേട്ടോ. മട്ടൻ ബിരിയാണിയൊക്കെ ആണെങ്കിൽ ഇഷ്ടമാണ്. ചിക്കൻ കഴിക്കും, എന്നാലും വലിയൊരു താല്പര്യമുള്ളതല്ല. അപ്പോൾ അതേ എണ്ണയിൽ തന്നെ ഞാനിപ്പം നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇതിനിടയിൽ രാവിലത്തെ കാപ്പി ഉണ്ടാക്കലും നടക്കുന്നുണ്ട്. കാരണം ആരും ഒന്നും കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. വഴറ്റി അതൊന്ന് വഴണ്ട് വരണം കേട്ടോ. അപ്പം ഞാനിപ്പം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെയാണ് വഴറ്റിയെടുക്കുന്നത്. കാരണം സലുവിന് വണ്ടി വരുന്നതിന് മുൻപ് എല്ലാം റെഡിയാക്കി കൊടുക്കണ്ടേ. അപ്പോൾ അടച്ച് വെച്ച് കൊടുത്തു. അപ്പോൾ ഇടയ്ക്കൊന്ന് അടപ്പ് മാറ്റിയിട്ട് വീണ്ടും ഒന്ന് വഴറ്റി കൊടുക്കാണ് കേട്ടോ. ഇതൊന്ന് വഴണ്ട് വരുന്ന സമയത്താണ് നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ, അത് ഫുള്ളായിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. പല രീതിയിൽ ഞാൻ മസാലയാക്കിയിട്ടും ഈ ബോംബെ ബിരിയാണി തയ്യാറാക്കാറുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ്. എനിക്കൊന്ന് സ്പെഷ്യൽ മസാലക്കൂട്ടാണ് ഈ ബോംബെ ബിരിയാണിയുടെ മസാലക്കൂട്ടെന്ന് പറയുന്നത്.
അതിൻ്റെ കൂടെയാണ് ഞാൻ അഡീഷണൽ ആയിട്ട് നമ്മൾ കുറച്ച് മസാലപ്പൊടികൾ ആദ്യം ചേർത്തത്. എല്ലാം കൂടി ആകുമ്പോഴേക്കും നല്ല ടേസ്റ്റ് തന്നെ ആയിരിക്കും കേട്ടോ. എന്നിട്ട് നമുക്ക് ഇതാ ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. പിന്നെ ഇടയ്ക്ക് അതിൻ്റെ മൂടിയൊന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളിതിലേക്ക് ഒരു തുള്ളി വെള്ളം പോലും ചേർത്തിട്ടൊന്നുമില്ല. ആ ചിക്കനിൽ നിന്ന് തന്നെ ഊറി വന്ന ചാറാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പം ഇതൊന്ന് പകുതി ഒന്ന് വെന്ത് വരുന്ന ആ ഒരു സമയത്താണ് നമ്മൾ ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഞാനിങ്ങനെ ഒരുപാട് തക്കാളിയൊന്നും അങ്ങനെ ചേർക്കാറില്ല. അതായത് ഇതുപോലെ 2 തക്കാളി, ഇപ്പം ഇത്രയും ചിക്കൻ ഉള്ളതുകൊണ്ടാണ് 2 തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതവിടെ റെഡി ആയിക്കോളും. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് റൈസ് തയ്യാറാക്കി എടുക്കാം. അപ്പം തൊട്ടടുത്ത് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുത്ത ശേഷം നമുക്കിനിയിപ്പം ഇതിലേക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ, പെരിഞ്ജീരകം അതൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സവാള ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കണം. അതോടൊപ്പം തന്നെ കുറച്ച് നമ്മളുടെ ഏലക്ക ചതച്ചതും കൂടി ഞാൻ ഇട്ട് കൊടുക്കാൻ കേട്ടോ. പിന്നെ നമ്മൾ ഈ ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഉണ്ടല്ലോ, അത് 1 ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇങ്ങനെ ഈ പല രീതിയിൽ ഞാൻ റൈസ് തയ്യാറാക്കാറുണ്ട്. അപ്പം നിങ്ങൾ എങ്ങനെയാണ് ഈ ഒരു രീതിയിൽ ആണോ തയ്യാറാക്കുന്നത്, എങ്ങനെയൊക്കെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നത്? അപ്പം ഇതിലേക്ക് ഞാൻ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് ഒന്ന് വഴറ്റി കൊടുക്കാം. സാധാരണഗതിയിൽ ഞാൻ ചിലപ്പം വെള്ളം തിളപ്പിച്ചിട്ട് അത് ഇതിലേക്ക് ഒഴിക്കുകയാണ് ചെയ്യേണ്ടത്. ഇന്നിപ്പം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്, പക്ഷെ ഞാൻ അതിൽ ഉപ്പിട്ടില്ല. പെട്ടെന്ന് ഇതിലായതുകൊണ്ട് ഇതിലങ്ങ് ഉപ്പിടേണേ. അപ്പം തിളച്ച വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് അരിക്ക് ഞാനിപ്പം 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിലാണ് ഇടുന്നത്. ഈ ഒരു അരിക്ക് അത്രയും വെള്ളം വേണം കേട്ടോ. ഓരോ അരിയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുമല്ലോ. അതുപോലെ തന്നെ ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് ചോദിക്കണം എന്ന് വിചാരിക്കുക. ഇതിലേക്ക് ഞാൻ നമ്മളുടെ തൊണ്ടമുളകും കൂടി ഇട്ട് കൊടുക്കുകയാണേ. എന്നിട്ട് ബാക്കി വെള്ളം തിളച്ചതും കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. കറക്റ്റ് പരുവത്തിനാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങളൊക്കെ ഇതുപോലെ ബിരിയാണിക്കൊക്കെ ഉപയോഗിക്കുന്ന റൈസിൻ്റെ പേരും കൂടി ഒന്ന് പറയണേ, ഏത് ബ്രാൻഡാണ് നല്ലതെന്നുള്ളത്. ഇപ്പം നമ്മളുടെ ഇവിടെയൊക്കെ ആണെങ്കിൽ റോസ് കൈമ അതാണ് ഇവിടെയൊക്കെ അറിയപ്പെടുന്നത്. പക്ഷെ ഇപ്പം ഞാൻ ഉപയോഗിക്കുന്നത് മുൻപ് കണ്ണൂർ പോയപ്പോഴേക്ക് ഞാൻ കൊണ്ടുവന്ന റൈസാണ് കേട്ടോ. അഷ്റഫ് അരി, അതിലാണ് ഞാനിപ്പോൾ ഇതുണ്ടാക്കണത് കേട്ടോ. ഇനി എൻ്റെ കയ്യിൽ അത് കുറച്ചും കൂടിയേ ഉള്ളൂ. നല്ല മണവും ഒക്കെ അല്ലേ ആയിരിക്കും. അപ്പോൾ അത് അവിടെ ഇരുന്ന് സെറ്റാകട്ടെ. അതിനിടയിൽ നമ്മളുടെ ചിക്കൻ എന്തായെന്ന് നോക്കാം. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. പിന്നെ മക്കളൊക്കെ എത്ര വലുതായാലും നമുക്ക് അവരെ ബർത്ത്ഡേ എന്നൊക്കെ പറയുമ്പോൾ അതൊരു ആഘോഷം എന്നുള്ളത് അല്ല. നമ്മൾ ആ ഒരു ദിവസം നമ്മൾ എന്തായാലും നമ്മൾ ഓർക്കും അല്ലേ. അന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ പോയതും, നമ്മൾ പ്രസവശേഷം ആ കുഞ്ഞിനെ ആദ്യമായിട്ട് എടുക്കുന്നതും, പിന്നെ ആ കുഞ്ഞിനെ നമ്മൾ വളർത്തിക്കൊണ്ടുവരുന്നത്. ഞാൻ അങ്ങനെയൊക്കെയാണ് കേട്ടോ. എന്നെ പോലെ തന്നെ ആയിരിക്കുമല്ലോ നിങ്ങളും ഒക്കെ. അപ്പം അത് നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടുന്നൊരു കാര്യമല്ലേ. പ്രത്യേകിച്ച് നമുക്ക് ആദ്യത്തെ കുഞ്ഞുണ്ടാവുമ്പോഴേക്ക് ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒന്നാണ്. അപ്പം നമ്മൾ ആ പഴയ കാലങ്ങളിലേക്കൊക്കെ അങ്ങ് ചെല്ലും കേട്ടോ. അപ്പം ഇതിനിടയിൽ നമ്മുടെ റൈസും റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പം നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുത്താൽ മാത്രം മതി കേട്ടോ. കറക്റ്റ് പരുവത്തിന് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ചിലർ പറയും 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് മതി എന്നൊക്കെ. പക്ഷേ എനിക്കിവിടെ ഈ ഒരു കണക്കിൽ ഞാൻ വയ്ക്കുമ്പോഴേക്ക് എനിക്ക് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ 1 ഗ്ലാസ്സിന് 2 ഗ്ലാസ് വെള്ളം എന്നുള്ള കണക്കിൽ എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ പലരും പറയും, വലുതായി കഴിഞ്ഞാൽ എന്ത് ബർത്ത്ഡേ എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് എനിക്കറിയാം കേട്ടോ. പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എത്ര വലുതായാലും നമുക്ക് അതൊരു ഒരുപാട് ഓർമ്മകൾ വരുന്ന ഒരു ദിവസമാണ് അല്ലേ. അല്ലാത്ത ദിവസം ഓർക്കൂലേന്ന് ചോദിച്ചാൽ ഓർക്കും. പക്ഷെ അന്നത്തെ ഈ പറയുന്ന ദിവസത്തിന് വല്ലാതെ ഒരു പ്രത്യേകത നമ്മൾ കാണാറില്ല. എന്തായാലും പടച്ചവൻ എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യമൊക്കെ കൊടുക്കാൻ നമുക്ക് ദുആ ചെയ്യാം. അപ്പോൾ ഇതിനിടയിൽ ഞാൻ ചിക്കനും റൈസും പിന്നെ കുറച്ച് നെയ്യോ കുറച്ച് മല്ലിയിലയും കൂടി വിതറി ഞാൻ ഈ അണ്ടിപ്പരിപ്പും കിസ്മസൊക്കെ ഒന്ന് വറുത്തത് ഇതിലേക്കൊക്കെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് സാഫ്രോൺ ഒന്ന് പാലിൽ കലക്കിയതാണ്. അതും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്പം സലൂന് വണ്ടി എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ധൃതിപ്പെട്ടാണ് ഓരോന്നും ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞില്ലേ സാറിക്ക് പള്ളിയൊക്കെ പോയി കഴിഞ്ഞ് കുറച്ച് ലേറ്റായിട്ടാണ് എനിക്കിവിടെ ചിക്കൻ എത്തിയത് തന്നെ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായ താമസവും വന്നു. പിന്നെ ഇതിനിടയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റും റെഡിയാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം കൂടി ആകെ ഒരു തിരക്കായിപ്പോയായിരുന്നു കേട്ടോ. പിന്നെ എനിക്കും ഇങ്ങനെ ബിരിയാണി എന്ന് പറയുമ്പം ഒരിടയ്ക്ക് ചിക്കനൊക്കെ ഇഷ്ടമായിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പം നിസാറിക്കായ പോലെ തന്നെ എനിക്കും ഇങ്ങനെ മട്ടൺ ബിരിയാണിയും മട്ടൺ കറി അതിനോടൊക്കെയാണ് എനിക്ക് പ്രിയം. നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ്? ചിക്കനാണോ, മട്ടനാണോ, ബീഫാണോ,
എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ തിരുവനന്തപുരത്തൊക്കെ ബീഫ് വളരെ കുറവാണ് അങ്ങനെ ബിരിയാണി വെക്കുന്നതൊക്കെ കേട്ടോ. അങ്ങോട്ട് അതായത് മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ആ ഏരിയകളിലാണ് തോന്നുന്നു ബീഫ് കുറച്ചുകൂടി. എനിക്കൊന്ന് ഇവിടെ നമ്മൾ മട്ടൺ ഉപയോഗിക്കും പോലാണ് നിങ്ങൾ അവിടെ ബീഫ് ഉപയോഗിക്കണമെന്ന് തോന്നുന്നു. കാസർഗോഡ് ഞാൻ വന്നിട്ടില്ല. ഇൻഷാ അല്ലാ എപ്പോഴെങ്കിലും ഒരിക്കൽ കാസർഗോഡ് വരണം. കൊച്ചുകുട്ടിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. ഞാൻ നിസ്സർഗയും സലൂനും കേക്കും പിന്നെ അതിപ്പോ കട്ട് ചെയ്യാം. രണ്ടാണ്ട് മുമ്പ് കട്ട് ചെയ്യാൻ ഒരാളിക്കുന്നുണ്ട്. സന്തോഷത്തോടെ ഹാപ്പി ബർത്ത്ഡേ അപ്പയുടെ വയലില്ല, അപ്പയുടെ വയലിൽ വെച്ചോട്. അപ്പക്ക് അപ്പയുടെ വയലിൽ വെച്ചോട്. അവൾക്ക് മുറിക്കാനാണ് ഇഷ്ടമായതെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ സുൽത്താന്റെ വക ഗിഫ്റ്റ് ആണ് ഇക്കാക്ക്. അറിഞ്ഞില്ല. അത് തുറന്നു. ഇതാണ് ഇത് ഞാനും വെച്ചും കൂടെ കമ്പൈൻ ആയിട്ടുള്ളത്. അമ്മോള് കഴിച്ചു. ഇതെന്താ നോക്ക്, പപ്പട ഗിഫ്റ്റ് എന്താ മനസ്സിലായി എന്താണ്. ഞാൻ ഷൂസ് വാങ്ങണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. വാങ്ങണമെന്ന് വിചാരിച്ചിരുന്നു. എന്നിട്ട് അവിടെ പോയിട്ട് സുൽത്താന്റെ ഒരു പഴയ ഷൂസിനെ എടുത്തിട്ട് വന്നു. അപ്പോഴേക്ക് എനിക്ക് തോന്നുന്നു സുൽത്താൻ ഇക്കാക്ക് പുതിയ ഷൂസ് ഓർഡർ ചെയ്ത് ഇതാ കൊടുത്തതാണ്. ഇഷ്ടപ്പെട്ടോ സലു? താങ്ക് യു പറയണം. അടുത്തത് നമ്മുടെ ഇടയിലൊക്കെ താങ്ക് യു. നമ്മുടെ ഇടയിലൊക്കെ താങ്ക് യു. എന്തിനും ഒന്നിച്ച് അവന് ഒറ്റയ്ക്ക് പറ്റാത്തതുണ്ടായിരിക്കും ഭാവിയുടെ കൂട്ടി വിളിച്ചത്. ഇപ്രാവശ്യം ചുമ്മാ കളിക്ക് പറഞ്ഞാണ് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്. പറയുമ്പോ ആൾക്കാർ ഓർത്തിരിക്കുമെന്ന് അർത്ഥം. അറിയാവോ അതെന്താണ് ഹായ് എന്ന് പറയാൻ? ഇതെന്ത് മൈക്ക് പുതിയൊരു ഹോബി തുടങ്ങാനായിട്ട് നമ്മൾ ഇതുണ്ട് സംസാരിക്കുന്നുള്ളൂ. ഇന്റർവ്യൂവിനൊക്കെ നമ്മളിവിടൊക്കെ പോയില്ലേ, ഈ സ്റ്റുഡിയോയിലൊക്കെ പോകുമ്പോഴേ അതന്നെ അത് ഇതുമെല്ലാം സംസാരിക്കുന്നതല്ലേ. വേണമെങ്കിൽ ഉപയോഗിക്കാം. താങ്ക് യു റിച്ചു, താങ്ക് യു ഫാബി. പിന്നെ സുൽത്താന് പറഞ്ഞില്ല താങ്ക് യു. അപ്പൊ നീ പറഞ്ഞു നമ്മള് തമ്മിൽ ഇല്ലാന്ന്. അങ്ങനെ ചുമ്മാ പറഞ്ഞതൊക്കെ പറഞ്ഞതല്ല. ഇതൊക്കെ കണ്ട് അന്തം വിട്ട് നിൽക്കുന്ന സനമോള് പപ്പാക്ക് വേണ്ടിയിട്ട് എന്താണ് പപ്പായ്ക്ക് വേണ്ടി സനമോളെ കൊണ്ട് എഴുതിപ്പിച്ചത് ഫാബി. സനമോളെ കൊടു, നിന്റെ പപ്പാക്ക് കൊടു. കേക്കിലാണ് നോട്ടം. കേക്ക് ഒന്ന് അടിച്ച് പരത്തണം അവൾക്ക്. അങ്ങനെ സലൂനും അതിന്റെ ഫ്രണ്ട്സിനും ഒക്കെ ഉള്ള ബിരിയാണിയൊക്കെ പാക്ക് ചെയ്തെടുത്തു. നിങ്ങളെല്ലാവരും നമ്മുടെ സൽമാന് വേണ്ടിയിട്ട് ദുആ ചെയ്യണം കേട്ടോ. ഇതാണ് നമ്മളുടെ സുൽത്താൻ സൽമാന് വേണ്ടിയിട്ട് വാങ്ങിയ ഷൂസ്. കറക്റ്റ് അളവാണ് കേട്ടോ. ഇതിട്ടോണ്ടാണ് ഇന്നിപ്പോ ഓഫീസിൽ പോണത്.